ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ വെടിക്കെട്ട് വൈകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രതികരിക്കാനുള്ളത്. വെടിക്കെട്ട് വൈകാൻ പാടില്ലായിരുന്നു. കാരണം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആൾക്കാർ ഇന്നലെ ഉച്ചയ്ക്ക് തന്നെ തൃശ്ശൂർ എത്തിയിട്ട് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് രാത്രി മുഴുവൻ ഇവിടെ താമസിച്ച് റോട്ടിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് കാത്തിരുന്നതാണ്. 3 മണിക്ക് പൊട്ടേണ്ട വെടിക്കെട്ട് 7:30 ഔട്ട് ചെയ്ത് ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായില്ലേ ഇത്. പുറകിൽ എന്താണ് കാണുന്നത്? എന്താ എന്തെങ്കിലും ഗൂഢാലോചന? പുറകിൽ ഗൂഢാലോചന അത് കാലം കുറയായിട്ടുള്ളതല്ല. ഇന്നലെ തുടങ്ങിയതൊന്നല്ല. ഇന്നലെ രാത്രി 10 മണിക്ക് ഉണ്ടായതല്ല. അത് കഴിഞ്ഞ കൊല്ലം പൂരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഉടനെ തുടങ്ങുക ഈ തറവാടക ആന പ്രശ്നം വെടിക്കെട്ട് പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പ്രശ്നവും തീർന്നു. ഇന്നിപ്പോ ഈ പകൽപൂരം നടക്കുന്ന ദിവസം ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അറിയാം അടുത്ത പൂരത്തിന്റെ ഡേറ്റ് എന്നാണ്. ഈ ഡേറ്റിന്റെ അന്ന് വരെ ഈ കാര്യങ്ങളൊന്നും ചർച്ചയില്ല, പരിഹാരമില്ല, ഒരു പരിപാടിയില്ല. അത് കഴിഞ്ഞ് ഈ മന്ത്രി രാജന്റെയും ഈ പറയുന്ന മേലാളന്മാരുടെയും ഈ രാധാകൃഷ്ണന്റെ ഒക്കെ വീടിന്റെ പഠിക്കാൻ പോയി കിടക്കണം. എന്നിട്ട് മറ്റേ ചർച്ച കഴിഞ്ഞിട്ട് അവസാന നിമിഷം അനുമതി. ഈ നാടകം കാലം കുറെ ഈ തൃശ്ശൂർക്കാർ കണ്ടു തുടങ്ങിയിട്ട് ഇതൊന്നും നിർത്തണം. ഈ കൊല്ലം അറിയാം അടുത്ത കൊല്ലം എന്നാ പൂരെന്ന്. അപ്പൊ അത് പൂരത്തിന് ആള് വരുന്നു അറിയാം, വെടിക്കെട്ടുണ്ടെന്ന് അറിയാം, ആനയുണ്ടെന്ന് അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ വെടിക്കെട്ടിന്റെ അന്ന് അല്ലെങ്കിൽ പൂരത്തിന്റെ അന്ന് രാത്രി 10:30 വരെ ഉറങ്ങിയിട്ട് അന്നത്തെ ദിവസം ഇവിടെ റൗണ്ടിൽ ഒരാളെ കയറാൻ അനുവദിക്കാതെ മറ്റേ ഫുള്ള് ബാരിക്കേഡ് വെച്ച് അടച്ചിട്ട് ഇത് ആർക്ക് വേണ്ടിയിട്ട് പൂരം നടത്തുന്നത്? ഇതാർക്ക് വേണ്ടിയിട്ട്? പോലീസുകാർക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് പൂരം നടത്തുന്നത്. ഇതിൽ കൃത്യമായ അജണ്ടയുണ്ട്. തൃശ്ശൂർ പൂരം തകർക്കാൻ വേണ്ടിയിട്ട് കാലം കുറേയിട്ട് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ ഒരു നെക്സസ് ആണ്, വലിയൊരു കോക്കസ് ആണ്. ഈ ഭരിക്കുന്ന ആൾക്കാരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള യാതൊരു സംശയമില്ല. ഇപ്പോ ഈ ക്ഷേത്രത്തിലെ ആചാരത്തിന് ഇന്നലെ ഒരു തടസ്സം വന്നു എന്ന് പറഞ്ഞല്ലോ. വെടിക്കെട്ടിനുപരിയായിട്ട് മടത്തിൽ വരവ് എന്താണ് അത് സംഭവിച്ചെന്നാണ്? മടത്തി വരവിന് ചടങ്ങ് മാത്രമായിട്ടാണ് നടത്തിയത്. രാവിലെ 11:30 മടത്തിന്ന് വരുന്ന പോലെ വിശദമായിട്ടുള്ള പഞ്ചവാദ്യത്തോടു കൂടിയിട്ടാണ് തിരുവമ്പാടി ഭഗവതി മടത്തിന്ന് വരിക. അത് ഇന്നലെ ഒരു ചടങ്ങായിട്ട് അങ്ങോട്ട് അവർ അവസാനിപ്പിക്കാനുണ്ടായത്. അതിൽ ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ജനങ്ങൾ എന്ത് പ്രതികരിക്കാനാണ്? ഇവിടുത്തെ ഈ ഭരണകൂടവും ഈ പോലീസും ഈ ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇത്രയും വലിയൊരു ഇവന്റിനെ, തൃശ്ശൂർ പോലെയുള്ള നഗരത്തിൽ നടക്കുന്ന ഇത്രയും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ ഇവന്റിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആൾക്കാരെ എന്ത് ചെയ്യാനാ? ഇന്നലെ തിരുവമ്പാടി ദേവസ്വത്തിന്റെ കുടമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയോധ്യയിലെ രാമന്റെ കുറച്ച് ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. ഇതിന്റെ എന്തെങ്കിലും ഒരു പ്രതികാരമാണോ? അയ്യോ, അത് നടത്തിയ ആൾക്കാരോട് ചോദിക്കണം പ്രതികാരമാണോ അല്ലേ എന്നുള്ളത്. പക്ഷേ തിരുവമ്പാടി പാറമേക്കാവ് എന്ന് പറയുന്നത് തൃശ്ശൂർ ടൗണിലെ ഏറ്റവും വലിയ 2 ക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങൾ നടത്തുന്ന കുടമാറ്റത്തിൽ രാമന്റെയും കൃഷ്ണന്റെയും ശിവന്റെയും ഭഗവതിയുടെയും അല്ലാണ്ട് ആരുടെ പട പ്രദർശിപ്പിക്കേണ്ടത് ഒന്ന് പറഞ്ഞു തന്നെ? കാറൽ മാർക്സിന്റെ അതോ ലെനിന്റെ മാവോടെ? ഇത് അമ്പലങ്ങൾ നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രാമൻ വരും, അതുപോലെ തന്നെ കൃഷ്ണൻ വരും, ഭഗവതി വരും, ഗുരുവായൂരപ്പൻ വരും. അതിനൊക്കെ വിഷമം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞ കൂച്ചിപ്പൊട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ യാതൊരു നിവൃത്തിയില്ല. ഇന്നലെ സുരേഷ് ഗോപി ഒരു വിഷയത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞല്ലോ, ശരിയാണോ? ഇത് രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് തൃശ്ശൂർക്കാരന്റെ വികാരമാണ്. സുരേഷ് ഗോപിക്ക് ഇടപെടാനുള്ള അവകാശം സുരേഷ് ഗോപി ഇടപെടാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം തൃശ്ശൂരുകാരനാണ്, കേരളക്കാരനാണ്, മലയാളിയാണ്. അദ്ദേഹം പാർലമെന്റിൽ മത്സരിക്കുന്ന ആളാണ്. പക്ഷെ ഈ അവസരത്തിൽ രാഷ്ട്രീയമായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ പൂരത്തിന് മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. ആ പൂരത്തിന്റെ കടക്കലാണ് ഈ ഇടതുപക്ഷം കാലങ്ങളായിട്ട് കത്തിവെക്കാൻ നോക്കുന്നത്. അത് തൃശ്ശൂർക്കാർ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലാതെ ഇതിലിപ്പോ രാഷ്ട്രീയത്തിന്റെ ഒരു എലിമെന്റ് ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞോട്ട് വീര സവർക്കറിന്റെ ഒരു പിക്ചർ വെച്ചിരുന്നല്ലോ കുടമാറ്റത്തിന്, വലിയ വിവാദം ഉണ്ടാക്കി കേസുകൾ വരെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് തന്നെയാണോ പ്രശ്നം? വീര സവർക്കറുടെ കൊട പ്രദർശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാണ് പാറമേക്കാവാണ് ആ കൊട ഉണ്ടാക്കിയിട്ടുള്ളത്. അത് പക്ഷെ പ്രദർശിപ്പിച്ചില്ല. അങ്ങനെ ഒരു വിവാദം വേണ്ട എന്ന് വിചാരിച്ചിട്ട് അതിൽ വീര സവർക്കർ മാത്രമായിരുന്നില്ല, ഗാന്ധിജി ഉണ്ടായിരുന്നു, നേതാജി ഉണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് മറ്റേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ പിന്നൊരു വിവാദം വേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് പിൻവലിച്ചു. പക്ഷെ ഇത്തവണ വീര സവർക്കറല്ല, ഇത്തവണ ശ്രീരാമനെയാണ്. ശ്രീരാമനെ പോലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഇന്ത്യയിലെ ശ്രീരാമൻ എന്ന് പറയുന്ന സ്വത്വത്തെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് എങ്ങനെ ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കൊണ്ടുനടക്കാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഇന്നലെ 4 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് രാവിലെ 7 മണിക്കാണല്ലോ നടന്നത്. എന്താണ് ചേട്ടാ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായോ? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ പോലീസുകാരെ നമ്മളങ്ങോട്ട് കയറ്റാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് പറഞ്ഞു കേട്ടത്. അപ്പം അത് വെടിക്കെട്ടിന്റെ ഭംഗി കുറച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ. പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് പകല് 7 മണിയൊക്കെ ആകുമ്പോൾ അതിന്റെ ആ മുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാണാനായിട്ട് വർണ്ണക്കാഴ്ച ഉണ്ടായില്ല, ശബ്ദം മാത്രമേ ഉണ്ടായുള്ളൂ. തീർച്ചയായിട്ടും
ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിസന്ധിയാണോ? തീർച്ചയായിട്ടും സർക്കാർ ഇതിനെതിരെ നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കേണ്ടതാണ്. ആസ്വാദകരെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവമല്ല അത്. അപ്പോൾ സർക്കാരും സർക്കാർ പ്രതിനിധികളും ആരായാലും പൂരത്തിനെ ഇതുപോലെ തകർക്കുന്ന കാര്യങ്ങളെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ എതിർക്കപ്പെടേണ്ടതാണ്. ഇന്നലെ ചേട്ടാ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആളുകളുമായിട്ടായിരുന്നല്ലോ പ്രശ്നം. ഈ തിരുവമ്പാടി വിഭാഗം ഈ അയോധ്യയിലെ രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീരാമന്റെ ഒക്കെ കുടമാറ്റത്തിൽ സംഭവം ചെയ്തിരുന്നു. അപ്പൊ അതെല്ലാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാധിക്കുന്നതാണ്. അല്ല, അത് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ദൈവത്തിന്റെ ഒരു പ്രതീകമാണല്ലോ ഇവിടെ കാണിച്ചത്. അത് ഒരു രാഷ്ട്രീയപരമായിട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ല അതിനെ കുറിച്ചിട്ട്. ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നവർ മുഴുവൻ അവിശ്വാസികൾ എന്നുള്ളൊരു അഭിപ്രായമാണോ? ഇല്ലില്ല, തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെയില്ല. പക്ഷേ ഗവൺമെന്റ് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യത്തിനെ കുറിച്ച്. ഗവൺമെന്റ് ഒന്നുകൂടി ശ്രദ്ധിച്ച് നല്ല രീതിയിൽ തന്നെ പൂരത്തെ ഒരു കൊല്ലത്തിൽ ഒരിക്കലൊക്കെ സംഭവിക്കുന്ന കാര്യമല്ലേ അത്, അല്ലെങ്കിൽ നടത്തപ്പെടേണ്ടതല്ലേ. അത് നല്ല രീതിയിൽ തന്നെ നടത്താൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നല്ല ഇതായിട്ട് സഹായിക്കണം. ഇപ്പോൾ ഈ നമ്മുടെ ആനകളെ എഴുന്നള്ളിക്കുന്ന വിഷയം, അതോടൊപ്പം തന്നെ വെടിക്കെട്ട് പല ക്ഷേത്രങ്ങളിലും, പല ഉത്രാളിക്കാവായിക്കോട്ടെ, പല ഇപ്പോൾ വിലക്കുകൾ വരുന്നുണ്ട് നിരന്തരമായിട്ട്. കളക്ടറുടെ ഭാഗത്ത് നിന്ന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വിലക്കുകളുണ്ട്. ഇത് ഇങ്ങനെ നിരന്തരമായിട്ട് തുടർന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇതൊരു ദോഷം ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ട്. തുടക്കം മാത്രമല്ല ഇത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയും പൂരും കേരളത്തിന്റെ അല്ലെങ്കിൽ തൃശ്ശൂർക്കാരോ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ഇങ്ങനെ നിരുത്സാഹപ്പെടുന്ന കാര്യത്തിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അത്, തീർച്ചയായിട്ടും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇന്നലെ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിക്കെട്ട് രാവിലെ 3 മണിക്ക് നടക്കേണ്ടത് 7 മണിക്ക് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്താണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്? അത് ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായി. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മണി ടൈമിലൊക്കെ നടക്കേണ്ട വെടിക്കെട്ട് ഇത്രയ്ക്ക് നേരം വൈകി നടക്കുമ്പോൾ പല ആൾക്കാരും ലോങ്ങിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ കുറേ ആൾക്കാർ വീട്ടിലേക്ക് പോയി, കുറേ ആൾക്കാർ ഇവിടെ നിന്നിട്ടുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. കാരണം രാത്രി നടക്കുന്ന വെടിക്കെട്ടാകുമ്പോൾ നല്ല രീതിയിലുള്ള കളർഫുള്ളാവും. ഇതാവുമ്പോൾ തീരെ ഭംഗിയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പകല് നടന്നിട്ടുള്ള വെടിക്കെട്ട് കണ്ടിട്ടുള്ളത്. ഈ മടത്തിൽ വരവ് ചടങ്ങെല്ലാം ഈ പ്രാവശ്യം വലിയ തരത്തിൽ മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള വിഷയങ്ങൾ ഇത് നിരന്തരമായിട്ട് ക്ഷേത്രത്തിലെ പൂരത്തിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ ബാധിക്കുന്നുണ്ടോ? പോലീസ് നോക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുരക്ഷയാണ് നോക്കുന്നത് പോലീസ്. അതായത് ആൾക്കാർക്ക്, ജനങ്ങൾക്ക്, ഇവിടെ വരുന്ന ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഈ കാണാനും പൂരം ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ് നോക്കുന്നത്. അതെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനാണ് പോലീസ് നോക്കുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അത് ഈ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത് മാത്രം. ഈ വലിയ തരത്തിൽ ഓരോ വർഷവും ഇവിടെ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിൽ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന്റെ എന്തെങ്കിലും ഗൂഢാലോചന ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഭരണ സംവിധാനത്തിന്റെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അതൊരു അപകടം പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ നോക്കണത്, അല്ലാണ്ട് വേറെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല നോക്കണത്. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഓരോ വർഷവും ഇപ്പോൾ ഈ 4 മണിക്ക് നടത്തേണ്ട വെടിക്കെട്ട് ഇത് 7 മണി ആക്കിയത് പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയം തന്നെയായിരുന്നല്ലോ. അതെ, അതെന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷയം ഇവിടെ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവിടെ എന്തോ മോഡിലൊക്കെ ആൾക്കാർക്ക് കയറി ഇരുന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കാം ഇതുണ്ടായിട്ടുള്ളത്. ഏതോ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ ആൾക്കാർ കയറുന്ന ട്രസ്സിന്റെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അവരിറങ്ങില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ ചിലപ്പോൾ വെടിക്കെട്ട് നിർത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും പോലീസ്. കാരണം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പോലീസ് പറയുന്നത് തന്നെ ആണ് എൻ്റെ കാര്യം.